ഞാൻ ലെസ്ലി, ഞാൻ ലവ്ലി. സംസാരം ടി വിയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്നൊരു നല്ല റെസിപ്പിയുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സംസാരം ടി വിയിൽ ഒരുപാട് റെസിപ്പികൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും നന്ദി പറയുന്നു. അപ്പം എല്ലാവർക്കും ചമ്മന്തി ഒരുപാട് ഇഷ്ടമല്ല എല്ലാവർക്കും. അപ്പം ചോറിന് കൊടുത്ത് നമ്മൾ തോരന്, ചാറ്, അതുപോലെ ഒരുപാട് മെഴുക്കൂട്ടിയൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു ചമ്മന്തി കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നാറില്ലേ? അപ്പോൾ ആ സമയത്ത് നമ്മളിപ്പോൾ വീടുകളിലെ മിക്ക കറികളും നമ്മൾ ഇത് ഇഞ്ചി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ ഇഞ്ചി ഉപയോഗിച്ചുകൊണ്ടുള്ള വളരെ എളുപ്പത്തിൽ വീട്ടിൽ ചേരുവകൾ വെച്ചുകൊണ്ട് തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു ഇഞ്ചി ചമ്മന്തിയാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ ഇഞ്ചിയൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ കുറച്ചൊരു 2 വലിയ കഷ്ണം ഇഞ്ചിയാണ്. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ച് ഉപ്പ് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ നീര് കളഞ്ഞ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇല്ലെങ്കിൽ ഇപ്പം ഉപ്പ് പൊടി ഇട്ട് നീര് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ചതച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് അത് പിഴിഞ്ഞ് അതിൻ്റെ നീര് കളഞ്ഞ് എടുത്ത് വെച്ചിരിക്കുന്നതാണിത്. ഇപ്പം അരകല്ലില്ലെങ്കിൽ മിക്സിയിലൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്ക് അടിച്ചെടുത്താൽ മതി. എന്നാൽ ശേഷം നന്നായിട്ട് അതിൻ്റെ നീരങ്ങ് പിഴിഞ്ഞെടുക്കാം നമുക്ക്. അപ്പം അങ്ങനെ തയ്യാറാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഞങ്ങൾ. അതുപോലെ നമ്മൾ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ ചമ്മന്തികളിലൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ തേങ്ങ ഒന്നെങ്കിൽ ഒതുക്കി ചേർത്ത് അല്ലെങ്കിൽ തേങ്ങ ഇല്ലാതൊക്കെ നമ്മൾ ചമ്മന്തികൾ ഉണ്ടാക്കാറുണ്ട്. ഇപ്പം ഇവിടെ ഞങ്ങൾ ചമ്മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ തേങ്ങ നല്ല വറുത്തിട്ട് അത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച ശേഷമാണ് ഞങ്ങൾ ഈ ചമ്മന്തി ഉണ്ടാക്കുന്നത്. സാമ്പാറിനൊക്കെ തേങ്ങ വറുത്ത് അരയ്ക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഞങ്ങളിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ ഒരു അരമുറി തേങ്ങയാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വറ്റൽമുളക്, പിന്നെ ഉള്ളത് തന്നെയായിരുന്നു വെളുത്തുള്ളി, 3-4 അല്ലി വെളുത്തുള്ളി, ഒരു കുറച്ച് ചെറിയുള്ളി, ഉപ്പ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഇഞ്ചി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമുക്കതൊന്ന് വറുത്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ച ഇഞ്ചി നമുക്കിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയൊരു ബ്രൗൺ നിറം ആകുന്നവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. ഇഞ്ചി നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലൊരു മയം വരും ഇഞ്ചിക്ക്. അതിനാണ് നമ്മൾ പിഴിഞ്ഞ് കളഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു നല്ലൊരു മയമാണ് ഈ ചമ്മന്തി നമ്മൾ അരച്ചെടുക്കുമ്പോൾ. സാമ്പാറിനൊക്കെ തേങ്ങ നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയല്ലേ എന്ന് പറഞ്ഞാൽ ബ്രൗൺ നിറം ആകുമ്പോൾ വരെ നമ്മളത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഇരുമ്പോൾ 10 തരം ചമ്മന്തികളൊക്കെ ഉണ്ടാക്കിയിരുന്നില്ല അവര്. എല്ലാവരും നല്ല ചമ്മന്തികൾ നമ്മൾ ഉണ്ടാക്കിയിട്ടിരുന്നല്ലോ. എല്ലാവരും ഒരുപാട് പേര് നമുക്ക് അല്ലേ കമൻറ്റുകളൊക്കെ തന്നിട്ട് നല്ല ചമ്മന്തിയാണ്, എല്ലാവരും നല്ല ട്രൈ ചെയ്തൊക്കെ നോക്കിയിട്ടല്ലേ. ഇത് നമുക്ക് ഈ ചമ്മന്തി നമുക്ക് അമ്മ പറഞ്ഞു തന്നല്ലേ. ഞങ്ങൾ വീട്ടിൽ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഞങ്ങൾക്ക് അമ്മ പറഞ്ഞു തന്ന ചമ്മന്തി, ഇഞ്ചി ചമ്മന്തി. പണ്ടൊക്കെ അമ്മയുടെ കാലത്ത്, നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ വീടുകളിലൊക്കെ അതിഥികളൊക്കെ വരുമ്പോൾ സമയത്ത് ഇഞ്ചി ചമ്മന്തി ഉണ്ടാക്കി തരണമെന്നും പറഞ്ഞ് അവർ അമ്മേനെ കൊണ്ട് ഉണ്ടാക്കിക്കുമായിരുന്നു. പറഞ്ഞു നല്ല ടേസ്റ്റാണ്. ഈ കഴിഞ്ഞ ദിവസം തന്നെ 2 സിസ്റ്റേഴ്സ് ഞങ്ങളുടെ വീട്ടിൽ വന്നു അല്ലേ. അമ്മയുടെ അനിയത്തിയും 2-3 സിസ്റ്റേഴ്സൊക്കെ വീട്ടിൽ വന്നപ്പോൾ അമ്മ ഈ ചമ്മന്തി ഉണ്ടാക്കി കൊടുത്തു. ഒത്തിരി ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. ഇഞ്ചി മൂത്തോ? ഇഞ്ചി ബ്രൗൺ നിറയുന്നുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് കോരി വെച്ചാലോ? നമുക്ക് കോരി വെക്കാം. നമ്മുടെ ഇഞ്ചി നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേ രീതിയിൽ വേണം ബ്രൗൺ കളറായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ തേങ്ങയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ തേങ്ങ ഇഞ്ചിയൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ചമ്മന്തിക്ക്. തേങ്ങയുടെ വെള്ളമൊക്കെ പറ്റിയ കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആ എണ്ണ തന്നെ മതിയല്ലോ, വേറെ എണ്ണയൊന്നും നമുക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഉപയോഗിക്കേണ്ട ആ എണ്ണ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് ഞാൻ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഉള്ളി അരിഞ്ഞ് കഴിഞ്ഞ് ചെറിയ ഉള്ളി നല്ല ടേസ്റ്റാണ് ചമ്മന്തിക്ക്. ഉള്ളി ഇട്ട് കൊടുക്കാം അല്ലേ. നന്നായിട്ട് നമുക്കൊന്ന് ബ്രൗൺ കളറാകുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. ആ കൂട്ടത്തിൽ തന്നെ വറ്റൽമുളകും കൂടി അങ്ങ് ചേർത്ത് കൊടുത്താലോ? വറ്റൽമുളക് ഇനി വറ്റൽമുളക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരല്പം മുളക് കൂടി ചേർത്താൽ മതി. അപ്പം നമ്മുടെ എരിവിനനുസരിച്ച് തന്നെ ഇട്ട് കൊടുക്കാൻ. ഒരു 4-5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ 4-5 വെളുത്തുള്ളി
സാധാരണ നമ്മൾ ചമ്മന്തി ഒന്നും വറുത്തരയ്ക്കാറില്ല, തേങ്ങയൊക്കെ ഒതുക്കി അല്ലെ കല്ലേ വെച്ച് പിന്നെ തേങ്ങ ഇല്ലാതൊക്കെ നമ്മൾ ചമ്മന്തി അരയ്ക്കും. ഇതിപ്പം വറുത്തരച്ച ചമ്മന്തി അരയ്ക്കും ഒരു പ്രത്യേക ടേസ്റ്റ്. ആ ചൂട് ചോറിന് ഒരു പിടുത്തം പിടിച്ചാൽ ഉഗ്രനായിരിക്കും. തേങ്ങയുടെ കൂടെ കിടന്നുണ്ടോ ആ വറ്റൽമുളകും ചെറിയുള്ളി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വരുന്നുണ്ട്. നന്നായിട്ട് മൊരിഞ്ഞ് ഒന്ന് അരച്ച് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. വെള്ളം ചേർക്കൊന്നും വേണം, വെള്ളം ചേർക്കാതെ നല്ല കുഴമ്പ് രൂപത്തിൽ അരിഞ്ഞു കിട്ടും. നല്ല കുഴമ്പ് നമുക്ക് തൊട്ട് ചോറിന് തൊട്ട് കിട്ടും. തക്കാളി ചമ്മന്തിയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം അരച്ചിട്ടുണ്ട്. പക്ഷേ തക്കാളി ചമ്മന്തിയിൽ നമ്മളിങ്ങനെ തേങ്ങ വറുത്തരയ്ക്കുന്നില്ലല്ലോ. തക്കാളി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് അരയ്ക്കുന്നത്. അപ്പോൾ ഇഞ്ചി എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഇഞ്ചി ഫ്രൈ ചെയ്താണല്ലോ നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ തേങ്ങ ചമ്മന്തി അരച്ചാലും മുളക് ചമ്മന്തി അരച്ചാലും ഒക്കെ അതിനകത്ത് ചെറിയുള്ളി ചേർക്കും, നല്ലൊരു ടേസ്റ്റാണ്. ചെറിയുള്ളിക്ക് ചെറിയുള്ളി ചേർക്കുമ്പോൾ നല്ല ഇതാണ്. ചെറിയുള്ളി ചേർക്കുമ്പോൾ മറ്റേ എരിവും പുളിയും എല്ലാം കൂടെ നന്നായിട്ട് അതിനകത്തോട് പിടിച്ച് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ചമ്മന്തി അരയ്ക്കുമ്പോൾ ഇച്ചിരി ഉള്ളി രണ്ടെണ്ണം കൂടുതൽ ഇട്ടാൽ നല്ലതല്ലേ എല്ലാവരും പറയല്ലേ. അതെ, നമ്മൾ മുളക് അരച്ചാൽ പോലും ഉണ്ടാവില്ല, അതിനകത്ത് ഉള്ളി ഉപ്പും വെച്ചിട്ട് നമ്മൾ അരയ്ക്കണം. തേങ്ങ ചുട്ട് ചമ്മന്തി അരയ്ക്കുമ്പോൾ ചെറിയുള്ളി തളിച്ചിട്ട് അധികം വെച്ചിട്ട് അരയ്ക്കണം അല്ലേ. അത് സൂപ്പറാട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അല്ലേ. നമ്മുടെ തേങ്ങ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ആ വെളുത്തുള്ളിയും ആ വറ്റൽമുളകൊക്കെ നന്നായിട്ട് നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമുക്ക് അരച്ചെടുക്കുന്നതിന് മുമ്പ് അല്പം ഒന്ന് മാറ്റി വെക്കണം. തണുത്ത ശേഷം നമ്മളത് അരച്ചെടുക്കാവുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് മാറ്റി നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് മാറ്റി വെക്കാം. നല്ല റെഡി ആയിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട് അല്ലേ, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മാറ്റി വെക്കാം. ഏകദേശം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. തേങ്ങ നല്ല വെണ്ണ പോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. നമുക്ക് അരച്ചുകൊണ്ട് വന്ന് നമ്മൾ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യമേ നമ്മൾ വറുത്ത് കോരി വെച്ച് ഇഞ്ചി കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് എടുക്കാം അല്ലേ. നമ്മൾ ഇഞ്ചിയിലിട്ട് പിഴിഞ്ഞുകൊണ്ട് നോക്കിയിട്ട് വേണം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. നമ്മൾ ഇഞ്ചിയുടെ നീര് പിഴിഞ്ഞ് കളഞ്ഞ സമയത്ത് നമ്മൾ ഉപ്പ് ഇട്ടിട്ടാണ് ഇഞ്ചിയുടെ നീര് പിഴിഞ്ഞ് കളഞ്ഞത്. ചില സമയത്ത് നമ്മൾ ഉപ്പ് കുറച്ച് കുറവുണ്ടാവുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് ടേസ്റ്റ് ശേഷമേ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കാവൂ. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഞങ്ങൾ ഉപ്പിട്ടിട്ടാണ് തിരുമ്മിയത്. ഇനിയിപ്പോൾ ഉപ്പിട്ട് തിരുമ്മിയില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ഞങ്ങൾ പറഞ്ഞതുപോലെ കല്ലേലൊന്ന് ചതച്ച് വെച്ച് അല്ലെങ്കിൽ മിക്സിയിലൊന്ന് ചതച്ച് വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്താലും മതി. അപ്പോൾ നന്നായിട്ട് മിക്സൊക്കെ ചെയ്ത് നല്ല റെഡി ആയിട്ടുണ്ട്. ഇഞ്ചി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. നമുക്ക് തന്നെ നോക്കാം അല്ലേ. നമുക്ക് തന്നെ നോക്കാം. തേങ്ങ വറുത്തരച്ചതിന് നല്ലൊരു ടേസ്റ്റ്. തേങ്ങ വറുത്തരച്ചതിന് ഉഗ്രനൊരു ടേസ്റ്റ് ഉണ്ട്. അതുപോലെ ഇഞ്ചിയുടെ ആ ചൊവയും ആ ചുമന്നുള്ളി ചേർക്കുമ്പോൾ നല്ലൊരു രുചിയാണ്. ആ ചെറിയൊരു പുളിയൊക്കെ ഇഞ്ചി ഫ്രൈ ചെയ്തിട്ടും കൂടി ആകുമ്പോഴേ സാധാരണ ഇഞ്ചി ഫ്രൈ ചെയ്ത് മൊരിഞ്ഞിരിക്കുന്നു. ചൂട് ചോറിന്റെ കൂട്ടത്തിലുണ്ടല്ലോ കോമ്പിനേഷൻ അടിപൊളി. വേറെ കറിയൊന്നും വേണ്ട, നമുക്ക് ഈ ചമ്മന്തി കൂട്ടി ചോറുണ്ടാകും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം. പ്രിയപ്പെട്ടവർക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടിപൊളി വീണ്ടും നല്ല സൂപ്പർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.